ഹലോ. നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു ചരിത്ര സംഭവമാണ്. അതായത്, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു യാത്രയുടെ ഷെഡ്യൂൾ എങ്ങനെയാണ് ഇത്രയധികം തെറ്റിപ്പോയത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ രഹസ്യം. നമുക്ക് ഈ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, വെറും 11 ദിവസം. അതെ, കണക്കുകൾ പ്രകാരം ഈജിപ്തിൽ നിന്ന് കനാനിലേക്കുള്ള യാത്രയ്ക്ക് കേവലം 11 ദിവസങ്ങൾ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. പക്ഷേ ആ യാത്ര പൂർത്തിയാക്കാൻ ഇസ്രായേൽക്കാർക്കെടുത്തത് എത്ര കാലമാണെന്നോ? നീണ്ട 40 വർഷങ്ങൾ. ശരിക്കും എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു താമസം അവിടെ ഉണ്ടായത്? ഈയൊരു കാലതാമസം എന്തുകൊണ്ടുണ്ടായി എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് തുടക്കത്തിൽ ലഭിച്ചിരുന്ന ചില ഉറപ്പുകളെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയണം. ആ യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർക്ക് ചില ഗ്യാരണ്ടികൾ ലഭിച്ചിരുന്നു. ഉദാഹരണത്തിന്, അവർക്ക് വഴി കാണിക്കാൻ അദൃശ്യനായ ഒരു ദൂതനെ ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് ഈ ഗ്രന്ഥം വ്യക്തമാക്കുന്നു. പോരാത്തതിന് പാലും തേനും ഒഴുകുന്ന അതിമനോഹരമായ ഒരു ദേശമായിരുന്നു അത്. ഇനി ശത്രുക്കളെ പേടിക്കണോ? വേണ്ട. കാറ്റിൽ വെറുതെ ഇലകൾ അനങ്ങുന്ന ശബ്ദം കേട്ടാൽ പോലും അവരുടെ ശത്രുക്കൾ ഭയന്നോടും എന്നൊരു ഉറപ്പും അവർക്ക് ലഭിച്ചിരുന്നു. ചുരുക്കത്തിൽ, അവിടത്തെ ഭരണാധികാരികളാകാൻ പോകുന്ന അവർക്ക് എല്ലാം അനുകൂലമായിരുന്നു. ഇനി അതല്ല, അവർക്ക് ആവശ്യത്തിന് വിഭവങ്ങളില്ലാതിരുന്നതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഈ ചരിത്രരേഖ എടുത്തു കാണിക്കുന്ന വളരെ അത്ഭുതകരമായൊരു കാര്യമുണ്ട്. ഈ 40 വർഷക്കാലം അവർ ഉപയോഗിച്ച വസ്ത്രങ്ങളോ കാലിലിട്ടിരുന്ന ചെരുപ്പുകളോ ഒട്ടും തന്നെ പഴകി കീറിപ്പോയില്ലത്രേ. അപ്പോൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം വളരെ കൃത്യമായി അവിടെ നിറവേറ്റപ്പെട്ടിരുന്നു എന്നുറപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കാര്യങ്ങൾ കൈവിട്ടുപോയത് എവിടെയാണ്? അവിടെയാണ് വളരെ ലളിതമായൊരു അന്വേഷണ യാത്ര എങ്ങനെയാണ് ഈ കഥയുടെ മുഴുവൻ ഗതിയും മാറ്റിയതെന്ന് നമ്മൾ കാണുന്നത്. വാഗ്ദത്തഭൂമിയിലേക്ക് കടക്കുന്നതിന് മുൻപ് അവിടുത്തെ നഗരങ്ങളെയും ജനങ്ങളെയും കൃഷിയെയുമൊക്കെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ മോശ 12 ആളുകളെ അവിടേക്ക് അയച്ചു. അവർ കൃത്യം 40 ദിവസം ആ ദേശം മുഴുവൻ ചുറ്റിക്കണ്ടു, വിവരങ്ങൾ ശേഖരിച്ചു. ഒടുവിൽ തങ്ങളുടെ റിപ്പോർട്ടുമായി അവർ ക്യാമ്പിലേക്ക് മടങ്ങിയെത്തി. അവർ മടങ്ങിയെത്തിയപ്പോൾ ആ ദേശത്തിന്റെ ഫലഭൂയിഷ്ഠത തെളിയിക്കുന്ന കാര്യങ്ങൾ അവരുടെ കൈവശമുണ്ടായിരുന്നു. പക്ഷേ അവർ നൽകിയ റിപ്പോർട്ടിലുണ്ടായ വലിയൊരു അഭിപ്രായ വ്യത്യാസം അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയൊരു പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത്. 12 പേരിൽ വെറും 2 പേർ, അതായത് കാലേബും യോശുവയും, തങ്ങൾക്ക് ആ ദേശം തീർച്ചയായും കീഴടക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ ബാക്കി വന്ന 10 പേരുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. അവിടെയുള്ളവർ ഭീമാകാരന്മാരായ അനാക്യരാണെന്നും അവരോട് പൊരുതി ജയിക്കാൻ ഒരിക്കലും കഴിയില്ലെന്നുമാണ് ആ 10 പേർ തറപ്പിച്ചു പറഞ്ഞത്. അവർ പറഞ്ഞതെന്താണെന്ന് കേൾക്കണോ? ആ ഭീമാകാരന്മാർക്ക് മുന്നിൽ തങ്ങൾ വെറും വെട്ടുകിളികളെപ്പോലെയാണെന്നായിരുന്നു അവരുടെ ചിന്ത. ഈയൊരു വെട്ടുകിളി മനോഭാവം അതുവരെ അവർക്ക് ലഭിച്ച വലിയ വാഗ്ദാനങ്ങളെ മുഴുവൻ അങ്ങില്ലാതാക്കി. അദൃശ്യനായ ദൂതൻ കൂട്ടിനുണ്ടെന്ന ഉറപ്പൊക്കെ അവർ പൂർണ്ണമായും മറന്നു. ആ വലിയ ഭയം കാരണം ആ ദേശത്തേക്ക് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ അവർ തയ്യാറായില്ല. ഇവിടെയാണ് ഈ സംഭവത്തിലെ ഏറ്റവും നിർണായകമായ ആ ചോദ്യം വരുന്നത്. ഈയൊരു ഭയവും അനുസരണക്കേടും എങ്ങനെയാണ് അവർക്ക് ലഭിച്ച ശിക്ഷയുടെ കാലയളവിനെ ഗണിതശാസ്ത്രപരമായി തീരുമാനിച്ചത്? നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആ 12 പേർ ആ ദേശം ചുറ്റിക്കാണാനായി എടുത്തത് കൃത്യം 40 ദിവസമാണ്. എന്നാൽ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിനു പകരം അവർ അവിടെ നട്ടുവളർത്തിയത് ഭയവും സംശയവും മാത്രമായിരുന്നു. ഇതിന്റെ അനന്തരഫലം എന്തായിരുന്നുവെന്ന് ഊഹിക്കാമല്ലോ. ആ സംശയത്തിന്റെ ഫലമായി അവർക്ക് ലഭിച്ച കൃത്യമായ ശിക്ഷ അടുത്ത 40 വർഷം ആ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുക എന്നതായിരുന്നു. അതെ, 11 ദിവസം കൊണ്ട് തീരേണ്ട യാത്ര 40 വർഷമായി മാറി. ഈ സ്രോതസ്സിൽ അതിനു പിന്നിലെ കണക്ക് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവർ അവിശ്വസിച്ചുകൊണ്ട് ആ ദേശം ചുറ്റിക്കണ്ട ഓരോ ദിവസത്തിനും പകരമായി ഓരോ വർഷം, അതായത് 40 ദിവസത്തെ അവിശ്വാസത്തിന് പകരമായി 40 വർഷം. സംശയം നിറഞ്ഞ ആ ഒരു തലമുറ പൂർണ്ണമായും കടന്നു പോകുന്നതുവരെ ഇസ്രയേൽക്കാർ മരുഭൂമിയിൽ കഷ്ടപ്പെടേണ്ടി വരും എന്നതായിരുന്നു ആ വിധി. സത്യത്തിൽ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം ഒരിക്കലും വിഭവങ്ങളുടെ കുറവോ ശത്രുക്കളുടെ അജയമായ ശക്തിയോ ആയിരുന്നില്ല. മറിച്ച് അവരുടെ ഉള്ളിലെ ആഴത്തിലുള്ള അവിശ്വാസം തന്നെയായിരുന്നു. ദൈവം അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിക്കുകയായിരുന്നുവെന്നും അവരുടെ കടുത്ത അവിശ്വാസമാണ് അവർക്കുള്ള വാഗ്ദാനങ്ങളെ ഇത്രയധികം വൈകിപ്പിച്ചത് എന്നും ഈ വിവരണം വളരെ കൃത്യമായി നമ്മളോട് പറയുന്നു. നമ്മൾ ഈ ഒരു വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഈ പുരാതന ഗ്രന്ഥം ഇന്നത്തെ കാലത്തും പ്രസക്തമായ വളരെ ചിന്തോദ്ദീപകമായൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. ഇസ്രയേൽക്കാരുടെ ആ 11 ദിവസത്തെ യാത്ര 40 വർഷമായി മാറിയത് നമ്മൾ കണ്ടു. എങ്കിൽ അവിശ്വാസം കാരണം നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ അർഹിക്കുന്ന എത്രയെത്ര വാഗ്ദാനങ്ങളായിരിക്കും നമ്മൾ തന്നെ വൈകിപ്പിക്കുന്നത്?
ഈ ഒരു കാര്യം തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒന്നാണ്. കണ്ടതിനും കേട്ടതിനും നന്ദി.